വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഈ കൊട്ടാരത്തിൻ്റെ ഒരു DNA ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ അമ്മയെ കാണുമ്പോൾ എന്ന് മാത്രമല്ല, തിരുവിതാംകൂർ കൊട്ടാരത്തിലെ ആരെ കാണുമ്പോഴും ആ DNA ഒരു പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ലാളിത്യമാണ്, സിംപ്ലിസിറ്റി. അത് നമ്മുടെ വസ്ത്രധാരണ രീതിയിലാണെങ്കിലും മറ്റെല്ലാ കാര്യങ്ങളിലും വളരെ വലിയ ലാളിത്യം ഉണ്ട്. എനിക്കിത് പറയുന്ന സമയത്ത് പ്രേക്ഷകരോട് കൂടി പറയാനുള്ള ഒരു കാര്യം, മുമ്പ് ഒരു തവണ ഞാനിവിടെ കുടുംബമായിട്ട് വന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ മോളുണ്ട്. മോളോട് പറഞ്ഞതുപോലെ ഒരു പ്രിൻസസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ കൊണ്ടുപോകുന്നത് എന്ന്. അമ്മയ്ക്ക് ഓർമ്മയുണ്ടാവും, അന്ന് വന്ന് അമ്മയെ കണ്ടപ്പോൾ എൻ്റെ മോള് പെട്ടെന്ന് പറഞ്ഞത്, ഇതാണോ പ്രിൻസസ്? ഒരു ഗോൾഡൻ ക്രൗണില്ല, വെൽവെറ്റ് പിന്നെ ഡ്രസ്സില്ല, വലിയ ഗോഡിയായിട്ടുള്ള ഓർണമെൻറ്റ്സ് ഇല്ല, ഒരു ഗോൾഡൻ ഷൂ പോലും ഇല്ലല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു അന്ന് അമ്മ പറഞ്ഞത് തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, ദൈവമേ പ്രിൻസസിനെ കാണാൻ വന്ന കുട്ടിക്ക് അവസാനം ആൻറ്റി ക്ലൈമാക്സ് ആയിപ്പോയല്ലോ എന്ന്. അപ്പോൾ ഈ ഒരു ലാളിത്യം എന്ന് പറയുന്നത് എല്ലാവിധ അധികാരങ്ങളുള്ള സമയത്തും എല്ലാവിധ അധികാരത്തിൻ്റെ ആ ഒരു പുറത്തേക്ക് അതിൻ്റെ ആ ഒരു മോടി കാണിക്കാനുള്ള എല്ലാവിധ സാധ്യതകളെന്നുണ്ടായിട്ടും അതിനെ യാതൊരു രീതിയിലും ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കൊട്ടാരം ശ്രമിച്ചിട്ടില്ല. നേരെ മറിച്ച് ജനോപകാരപ്രദമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഭക്ഷ്യക്ഷാമം ഉണ്ടാകുന്ന ഒരു അവസരമുണ്ട് എങ്കിൽ അതിനെ എങ്ങനെ മറികടക്കാം എന്ന രീതിയിലത്തേക്കൊക്കെ വളരെ വിഷണറിയായിട്ട് ചിന്തിച്ചിരുന്ന ഒരുപാട് രാജാക്കന്മാരുള്ള, ഒരുപാട് ഭരണാധികാരികളുള്ള ഒരു കുടുംബം. ഈ ലാളിത്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ മാറിയതും ഇന്നും അത് അതേ രീതിയിൽ തന്നെ തുടരാൻ സാധിക്കുന്നതും? അതൊരു വിഷമം പിടിച്ച ചോദ്യമാണ്. പക്ഷേ ലാളിത്യത്തിൻ്റെ മൂർത്തിഭാവമായിരുന്നു പൊന്നമ്മാവൻ, ഇവൻ അമ്മുമ്മ സുധർമാറ്റ്. അപ്പോൾ അവരെയൊക്കെ കണ്ടാണ് ഞങ്ങൾ വളർന്നത്. ഞങ്ങളെല്ലാവരും തന്നെ വളർന്നത് അങ്ങനെയാണ്. പിന്നെ സ്വതവേ മലയാളിയുടെ ജീവിത രീതിയും ലാളിത്യമുള്ളതല്ലേ, ഇന്നാണല്ലോ മാറിയത്. അല്ലെങ്കിൽ പ്രഭുവാണെങ്കിലും സാധാരണ ഒരു കൂലിക്കാരനാണെങ്കിലും എല്ലാവരും ഒരു ഇലയിലാണ് കൊണ്ടുകൊണ്ടിരുന്നത്. നിലത്തിരുന്നാണ് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും ഞങ്ങൾ നിലത്തിരുന്നാണ് ആഹാരം കഴിക്കുന്നത്. ഇന്നും വസ്ത്രങ്ങളാണെങ്കിലും ആഭരണങ്ങളാണെങ്കിലും എത്ര വിശ്വസിക്കും എന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷേ ഞങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ കുറച്ച് വസ്ത്രങ്ങൾ ആണ് ഉണ്ടായിട്ടുള്ളത്. നല്ല വസ്ത്രങ്ങളെന്നൊക്കെ പറയുന്നത് പട്ടുപാവാട ഒക്കെ വളരെ കുറവാണ്, വളരെ കുറവാണ്. അതൊരു ഫുൾ സാരി വാങ്ങിച്ച് മുറിച്ച് 2 പാവാടയായിട്ട് അപ്പോൾ ഇത്രയും പൊക്കം നമുക്കില്ലല്ലോ. അപ്പോൾ ടക്കിട്ടാണ്. അപ്പോൾ നമ്മൾ പൊക്കം കൂടുമ്പോൾ ഓരോ ടക്ക് അഴിക്കും. അപ്പോൾ നമ്മൾ ഫുൾ ഗ്രോൺ ആവുന്നിടെ ഈ പാവാട കീറുന്നില്ലെങ്കിൽ അന്ന് പണ്ട് കീറുകയുമില്ല. അപ്പോൾ അങ്ങനെ ഉള്ള അതുകൊണ്ടാണ് അമ്മാവൻ തിരുമനസ് അക്കയും എന്നെയും വിളിച്ച് ഒരു ദിവസം ഓഫീസ് റൂമിൽ വിളിച്ചിട്ട്, എനിക്ക് നിങ്ങളുടെ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ എന്താ ചോദ്യം എന്ന് ഞങ്ങൾ നിന്ന് നോക്കിയപ്പോൾ ചോദിച്ചു, നിങ്ങൾക്കൊരു വലിയ സ്വത്വം എന്താണെന്ന് പറയാമോ എന്ന്. ഞങ്ങൾ ഉടനെ ഒരു നിമിഷം പോലും ചിന്തിക്കാതെ പട്ടുപാവാട എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ കൊടുക്കാതെ അങ്ങനെ പോയി പിന്നെ വേറെ ഇതിലേക്കായി. അപ്പോൾ അങ്ങനെയാണെങ്കിലും ആഭരണമാണെങ്കിലും ഒരുപാട് ആഭരണമൊന്നും അന്നും ഇന്നുമില്ല. ആഭരണമുള്ളതൊക്കെ പത്മനാഭനുണ്ട്, ഒരുപാട് ആഭരണങ്ങൾ. പക്ഷെ നമുക്ക് വ്യക്തിപരമായിട്ട് കാര്യമായിട്ട് ഒരുപാട് ആഭരണങ്ങളില്ലായിരുന്നു. സ്വർണത്തിൻ്റെ വില ദിനേ കുതിച്ചു മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു പവന് ഇന്നൊരു 1,00,000 രൂപയിൽ കൂടുതലായി. കേരളത്തിലെ ആളുകൾക്ക് സ്വർണ്ണഭ്രമം നല്ലോണമുണ്ട്. അവർ അത് വാങ്ങിക്കുന്ന നിർത്തണം എന്ന് ഈ വിഷുവിൻ്റെ അന്ന് ഞാൻ അവർക്ക് അഭ്യർത്ഥിക്കുകയാണ്, ഇനിയും സ്വർണം വാങ്ങിക്കാൻ നോക്കല്ലേ. കല്യാണത്തിനൊരു മസ്റ്റായിട്ട് സ്ത്രീധനമേ മോശം, വളരെ വളരെ മോശം. ഇനി ആരെങ്കിലും പറയുന്നത് ഞാൻ അങ്ങോട്ട് പറയുകയാണ്, ഞങ്ങളാരും സ്ത്രീധനം വാങ്ങിച്ചിട്ടുമില്ല, ആരും കൊടുത്തിട്ടുമില്ല. ഞങ്ങളുടെ സമുദായത്തിലില്ല അങ്ങനൊരു സംഭവം. അത് വേറൊരു കാര്യം. അപ്പോൾ ഈ സ്വർണം വാങ്ങിച്ച ആളുകൾ നശിക്കുക, കുടുംബങ്ങൾ നശിക്കുക. അപ്പോൾ ഈ സ്വർണ്ണഭ്രമം ഒന്ന് കുറയ്ക്കാനായിട്ട് ഈ അവസരം, ഈ വിഷു ഇനിയും സ്വർണം വാങ്ങിക്കേണ്ട എന്ന് ആളുകൾ തീരുമാനിക്കുമെങ്കിൽ ഒരുപാട് കണ്ണുനീര് കുറയ്ക്കാം.